തിന്നോക്കടോ. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പേരും ഊരൊന്നും അറിയാത്തൊരു സാധനമാണ്. അപ്പം ഇങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ പഴം കട്ട് ചെയ്തങ്ങാണ്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. നന്നായി കറങ്ങട്ടെ. കറങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായി ജ്യൂസ് ഒരു നല്ല പരിവായതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം? റവ റോസ്റ്റ് ചെയ്തെടുക്കണം. പാത്രം ഞാനിപ്പോൾ വെച്ചിട്ടുള്ള പാത്രം വെച്ച് നെയ്യ് ഒഴിച്ച് ഇനി റവ ഇട്ട് ഈ റവ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല റോസ്റ്റായി വരണം. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് വരണ്ട, കുറച്ച് നല്ലൊരു യെല്ലോ ഷെയ്ഡ് മതി. അപ്പോൾ സെറ്റാവും. പിന്നെ ഒരു പാൻ വെച്ച് ആ പാനിൽ ജാഗിരി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കണം. ആദ്യം മറന്നുപോയി പറയണേ. പിന്നെ അതിൽ തേങ്ങ ഇട്ട് തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കിട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഈ ചക്കരമായിട്ട് വരുമ്പോൾ കുറച്ച് ഏലക്കായിട്ട് കൊടുക്കാം. ഏലക്കായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മുന്നുണ്ടാക്കി വെച്ച റവ റോസ്റ്റ് ചെയ്തേക്ക് ആ പഴം ജ്യൂസില്ല ജസ്റ്റ് ഒന്ന് അതൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ടുള്ള അത് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ലോണം മിക്സായി കിട്ടണം കേട്ടോ. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇലയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെടുത്തിങ്ങനെ വായൻ്റെ ഇലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ലോണം പരത്തണം കേട്ടോ. അങ്ങനെ സ്പൂൺ വെച്ച് പരത്തിയിട്ടൊന്നും കാര്യമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് കയ്യറ്റിന് പരത്താം. കയ്യേറ്റ് നന്നായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇലൻ്റെ പുറത്ത് പോവാണ്ട് അങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. പിന്നെ ഞങ്ങളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും അപ്പോൾ ഒന്ന് പരത്തിയതിന് ശേഷം ഞാനൊരു ക്യാഷ് വെച്ച് കൊടുത്തു, ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ അത് ക്ലോസ് ചെയ്ത് അങ്ങനെ എനിക്കൊരു 3-4 സെറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് റവ എടുത്തതിൽ. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് വേവിക്കുന്നത്. ആവിയിൽ വെച്ച് വേവിക്കാം. നന്നായിട്ടൊരു 5-10 മിനിറ്റ് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പം നമ്മളെ സാധനം സെറ്റായി വന്നിട്ട് ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഇപ്പോൾ പ്ലേറ്റിൽ മാറ്റി ഇനി നമുക്കിത് ലല്ലൂസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ലല്ലൂസിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നോക്കാട്ടാ. ലല്ലൂസ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായ, അത് അടിപൊളി ടേസ്റ്റ് കൊടുക്കും ഈ സാധനത്തിന്. സാധനം നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. നല്ല ചൂട് കട്ടൻ ചായ ഇതിനൊരു കോമ്പിനേഷനാണ്. ലല്ലൂസിൻ്റെ അഭിപ്രായം പറയാൻ അറിയില്ല, അവനക്ക് ഓൻ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ഓന് ആദ്യം തന്നെ ക്യാഷ് ആണ് എടുത്ത് തിന്നണേ. അവനക്ക് ക്യാഷ് ഭയങ്കര ഇഷ്ടമാണ്. ക്യാഷ് തിന്ന എക്സ്പ്രഷനാണ് പേരുള്ളൂ. നമ്മളെ ഇത് പേരറിയാത്ത സാധനത്തിൻ്റെ ടേസ്റ്റിൻ്റെ എക്സ്പ്രഷൻ ഇപ്പം ഇടും ലല്ലൂസ്. അടിപൊളിയായി തരും. വാവ് ലല്ലൂസിന് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.